മറ്റൊരു വാർത്തയിലേക്ക്. ആറളം ഫാമിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. 13-ാം ബ്ലോക്കിലെ അമ്പിളി, ഭർത്താവ് ഷിജു എന്നിവർക്ക് പരിക്കേറ്റു. സ്കൂട്ടറിൽ ജോലിക്ക് പോകുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. ആനയെ കണ്ട് ഭയന്ന് വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടുമ്പോൾ വീണ് പരിക്കേൽക്കുകയായിരുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, എങ്ങനെയാണ് ഇവർ ആനയുടെ മുന്നിൽപ്പെട്ടത്? വീണ്ടും കാട്ടാന എത്തുകയാണോ? സുജിയ, തീർച്ചയായിട്ടും. അതായത് ആറളത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. രണ്ട് ദമ്പതികൾ രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാനയുടെ മുന്നിൽ പെടുകയും ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പരിക്കേൽക്കുകയും ചെയ്തത്. ഇരുവരെയും ഇപ്പോൾ പരിയാരത്തെ എത്തിച്ചിരിക്കുകയാണ്. ആദ്യം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചത്. പക്ഷേ പിന്നീട് ഇവരുടെ കാലിനൊരു ചെറിയ പരിക്ക്, കാര്യമായ രീതിയിൽ തന്നെയുള്ളൊരു കാലിന് ഒരു പരിക്കുള്ളത് കൊണ്ട് തന്നെ പരിയാരത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കാട്ടാന ആക്രമണങ്ങൾ ആറളം ഫാമിൽ പതിവായി മാറുന്നു. കഴിഞ്ഞ ദിവസം 2 പേർ, വെള്ളി, ലീല തുടങ്ങിയിട്ടുള്ളവർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം. വനം മന്ത്രി ആ സംഭവ സ്ഥലത്ത് തന്നെ എത്തി അവർക്ക് കാട്ടാന ശല്യത്തിൽ നിന്നും അവരെ അല്ലെങ്കിൽ ശാശ്വതമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. പക്ഷേ ആ സംഭവത്തിനെല്ലാം ശേഷം വീണ്ടും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക്, റോഡിലേക്ക് തന്നെ കാട്ടാന ഇറങ്ങി വരുന്നൊരു കാഴ്ച അത് ആറളം ഫാമിൽ തന്നെ ഉണ്ടാവുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. കാട്ടാനയെ പൂർണ്ണമായും ആറളം ഫാമിൽ നിന്ന് വനത്തിലേക്ക് തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. കഴിഞ്ഞ ദിവസമെല്ലാം ആറളം ഫാമിലും പരിസര പ്രദേശങ്ങളിലും വനം വകുപ്പിൻ്റെ 30-ലധികം വരുന്ന RRTയുടെ സംഘം രൂപീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളെല്ലാം ആരംഭിച്ചതാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യം കാണുന്നില്ല, ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും അമ്പിളി, ഷിജു എന്ന ദമ്പതികൾക്കാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ പരിക്ക് പറ്റിയത്. എന്തായാലും ഈ സംഭവം ആവർത്തിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആറളം ഫാമിലെ അവിടെയുള്ള ആദിവാസികളും അവിടെയുള്ള പ്രദേശവാസികളുമെല്ലാം വലിയ പ്രതിഷേധം ഇന്നും ഉയർത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ നമ്മൾ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ വലിയ രോക്ഷാകുലരായി തന്നെയാണ് പറഞ്ഞത്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 2 പേരുടെ ജീവനെടുത്ത അതേ കാട്ടാന കലി വീണ്ടും ആ മേഖലയിൽ ഇത്തരത്തിൽ ഒരു വിലസി നടക്കുന്നൊരു കാഴ്ച ഉണ്ടാകുമ്പോഴും വനം വകുപ്പും മറ്റുള്ള സംവിധാനവുമെല്ലാം അനങ്ങാതെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഞങ്ങളുടെ ജീവന് വിലയില്ലേ തുടങ്ങിയിട്ടുള്ള പ്രതികരണമാണ് അവരുടെയൊക്കെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. വലിയ പ്രയാസം അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇവരെ കാട്ടാന ആക്രമിച്ചത്. സംഭവം ആറളത്താണ്.